സുഹൃത്തുക്കളെ ആരും തട്ടിമാറ്റി കളയല്. ഈ കുഞ്ഞു മോന് ക്യാൻസർ ആണ്. 8 വയസ്സേ ഉള്ളൂ. മജ്ജയിലാണ് ബാധിച്ചേക്കുന്നത്. അർജന്റായിട്ട് മജ്ജ മാറ്റി വെക്കണം. 40 ലക്ഷം രൂപ വേണം. ഹോസ്പിറ്റലിൽ പോലും കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ. അവർക്ക് പൈസയില്ല. അതേ കണക്ക് തന്നെ കുഞ്ഞിന് കൊടുക്കാനുള്ള ടാബ്ലറ്റും മരുന്നുകളും എല്ലാം തീർന്ന് അതുപോലും മേടിക്കാൻ ഇവർക്ക് പൈസയില്ല. അതുകൊണ്ട് കുഞ്ഞിന് ടാബ്ലറ്റ് ഒന്നും കൊടുക്കുന്നില്ല. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം. 1 രൂപ ആയാലും കുഴപ്പമില്ല, ഈ കുഞ്ഞിന് വേണ്ടി സഹായിക്കണം. എങ്കിലേ ഇവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തുള്ളൂ. ഹോസ്പിറ്റലിൽ പോലും പറയാതെ ഇവർ ഇറങ്ങി വന്നതാണ്. കാരണം ബില്ലടയ്ക്കാൻ പോലും പൈസയില്ല. അത്രയ്ക്ക് നിവൃത്തികേടാണ്. നമ്മുടെ മക്കളാണെന്നാലോചിച്ച്, നമ്മുടെ മോനാണെന്നാലോചിച്ച്, നമ്മുടെ അനിയനാണെന്നാലോചിച്ച് ദയവ് ചെയ്ത് നമ്മൾ സഹായിക്കണം. ചേച്ചി, ഈ കുഞ്ഞിന്റെ പേരെന്തുവാ? ശ്രീനിഷ് എന്നാ. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 8 വയസ്സ്. ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് എത്ര നാളായി? 1.5 വർഷമായി ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട്. 1.5 വർഷം കൊണ്ട് ട്രീറ്റ്മെന്റ് തുടങ്ങി. ആദ്യമേ RCCയിലായിരുന്നു. RCCയിലെ ട്രീറ്റ്മെന്റ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. 1 വർഷമായപ്പോഴത്തേക്ക് കുഞ്ഞിനെ അസുഖം ഉണ്ടാകുന്നത് വീണ്ടും എടുത്തു. പിന്നെ എന്താണ് മജ്ജയിലോട്ടായി. മജ്ജ മാറ്റി വെക്കാതെ ഇനി രക്ഷയില്ലെന്നാ പറഞ്ഞേക്കുന്നത് ഡോക്ടർ. RCC ട്രീറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ അവിടുന്ന് അവര് പറഞ്ഞു വിട്ടു. ഞങ്ങളെ തലശ്ശേരി NCC എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 36 ദിവസം അവിടെ അഡ്മിഷൻ ആയിരുന്നു. കുഞ്ഞിന് ഹൈ ഡോസ് കീമോ എല്ലാം എടുത്ത് വായെല്ലാം പൊട്ടി. കുഞ്ഞിന് ആഹാരം ഒന്നും കഴിക്കാൻ വയ്യാതെ ട്യൂബൊക്കെ ഇട്ടിരുന്നൊരവസ്ഥയായിരുന്നു എന്റെ പൊന്നുമോൻ. അവിടെ ഞങ്ങളെ കോഴിക്കോടേക്ക് പറഞ്ഞു വിട്ടു. ഇമ്മ്യൂണോതെറാപ്പി വേണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ഇതെല്ലാം ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്തു. ഞങ്ങളുടെ ഇന്നും പൈസ എല്ലാം തീർന്നു. ഞങ്ങളെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞങ്ങൾ അവനെ അവിടെ ഞങ്ങളെ നോക്കി. ഇപ്പോഴും കുഞ്ഞിന് 77% അസുഖമുണ്ട്. ഇപ്പൊ എന്റെ പൊന്നുമോൻ അസുഖം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ എന്റെ കുഞ്ഞിന് കീമോയും ഇല്ല, ഗുളികയില്ല, മരുന്നും ഒന്നുമില്ല. എന്റെ പൊന്നുമോനെ ഞങ്ങള് വീട്ടിൽ കൊണ്ടുവന്നേക്കുക. അത് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞ പൈസ ഇല്ലാഞ്ഞിട്ട് ഞങ്ങളുടെ ഡോക്ടറിനോടും പറയാതെ ഞങ്ങൾ അവിടുന്ന് വന്നതാ. ഇനി എന്റെ പൊന്നുമോനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ നല്ലവരായ ഓരോരുത്തരുടെയും സഹായം കൊണ്ട് മാത്രമേ പറ്റൂ. കൈ ഒഴിയരുത്. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. വേറെ വഴിയില്ല. ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പ് ഞങ്ങള് കൈ നീട്ടുക. കൈ വിടരുത്. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന പോലെ എന്റെ പൊന്നുമോനും സ്കൂളിൽ പോകണം. അവനും പഠിക്കാൻ ആഗ്രഹമുണ്ട്. കൈ ഒഴിയരുത്.